Hi friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്തിട്ടില്ലാത്ത ഈന്തപ്പഴമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴുക്കാത്ത ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തെടുത്തതും 2 ടേബിൾ സ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. പുളി നോക്കിയ ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ശർക്കരയാണ്. ശർക്കര അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ചാറിന് ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ റോ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.